ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് കുറച്ച് നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാൻ 3 നാടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. വലിയ മാങ്ങയാണ്. അതൊന്ന് കൈകൊണ്ട് ഞെരടി എടുക്കുക. അത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കുക. പിന്നെ ഏത് മാങ്ങ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. പക്ഷെ നാടൻ മാങ്ങ കൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ വെന്ത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയ ജീരകവും പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് ഇത് തിളച്ച് വെന്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ എൻ്റെ ചട്ടി ചെറിയതായതുകൊണ്ട് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ തേങ്ങയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ ചെറുതായി അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ ചേർക്കുക, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഈ തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്, ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ച് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കടുകും കുറച്ച് വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.